ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുതിയ വിശദാംശങ്ങൾ പരിശോധനയെ വിപുലപ്പെടുത്തുമ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാതൃഭൂമി സംഘം ഇപ്പോൾ ഈ ആസൂത്രണങ്ങളൊക്കെ നടന്ന ഫരീദാബാദിൽ ഉണ്ട്. സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്ന അൽഫല സർവകലാശാലയിൽ അന്വേഷണ ഏജൻസികൾ വിപുലമായ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭീകര സംഘത്തിലെ ഡോക്ടർമാർ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികളെ വിശദമായി ചോദ്യം ചെയ്തേക്കും. സർവകലാശാലയ്ക്ക് അകത്തുള്ള പള്ളിയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്ത മൗലവി ഇഷ്തിയാഖിനെ ജമ്മുവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒക്ടോബർ 29 വാങ്ങിയ ഹ്യുണ്ടായി i20 സൂക്ഷിച്ചിരുന്നത് അൽഫല സർവകലാശാലയിലാണ്. കൂടുതൽ പോലീസ് സേനകൾ സർവകലാശാലയിൽ എത്തി. പിടിയിലായ ഡോക്ടർമാർ സർവകലാശാലയിൽ ജോലി ചെയ്തവരാണെന്നും മറ്റ് ബന്ധങ്ങളില്ല എന്നുമാണ് സർവകലാശാല വിശദീകരണക്കുറിപ്പായി പുറത്തേക്ക് ഇറക്കുന്നത്. അർജുൻ പീതാംബരൻ ചേരുന്നു ആദ്യം ഫരീദാബാദിൽ നിന്നും. അർജുൻ എവിടെയാണുള്ളത്? അവിടെ കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷണ ഏജൻസികളൊക്കെ പരിശോധന നടത്തുമ്പോൾ ഈ ആസൂത്രണം സംബന്ധിച്ച് എന്തൊക്കെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്? ഒപ്പം ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടോ? എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ പുരോഗമിക്കുന്നത്? പ്രജേഷ്, ഞാനിപ്പോൾ ഉള്ളത് അൽഫല സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ്. നമുക്കൊന്നുകൂടി ആ സർവകലാശാലയുടെ പ്രധാന കവാടം കാണിച്ചു തരാം. അൽഫല ഹോസ്പിറ്റൽ, അൽഫല സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സർവകലാശാലയുമായിട്ട് 3 ഡോക്ടർമാർക്കും, അതായത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഡോക്ടർ ഷഹീൻ, അതുപോലെ തന്നെ ഡോക്ടർ മുസമ്മിൽ, ഒപ്പം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന ആ ഡോക്ടർ ഉമർ, ഇവർക്ക് 3 പേർക്കും ബന്ധമുണ്ട്. ഡോക്ടർ ഉമർ ഇവിടെ അധ്യാപകനായിട്ടാണ് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഡോക്ടർ ഷഹീനും ഇവിടെ അധ്യാപികയായിരുന്നു. ഡോക്ടർ മുസമ്മിൽ ഇവിടെ ജൂനിയർ ഡോക്ടറായിട്ടാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സർവകലാശാല സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ. മാത്രമല്ല മറ്റ് ബന്ധങ്ങളില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അന്വേഷണത്തോട് സഹകരിക്കുമെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടെ ഇതുവരെ NIA എത്തിയിട്ടില്ല, മറിച്ച് ഫരീദാബാദിൽ പോലീസ് എത്തിയിട്ടുണ്ട്. ഹരിയാന ക്രൈംബ്രാഞ്ച് ഇവിടെ എത്തി വലിയ തോതിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ 100ഓളം ആളുകളെ, അത് വിദ്യാർത്ഥികളും അതുപോലെ ഈ ഡോക്ടർമാരുടെ എല്ലാം സഹപ്രവർത്തകരും, അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി എനിക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതിനോടൊപ്പം ഒരു കൺഫേംഡ് കസ്റ്റഡി മാത്രമാണുള്ളത്. അത് ഈ കോമ്പൗണ്ടിൽ, ഈ പരിസരത്തിന് അകത്ത് തന്നെയുള്ള ഒരു പള്ളിയിലെ ഇമാമാണ്. മൗലവി ഇഷ്താഖ് എന്നാണ് അയാളുടെ പേര്. അയാളെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് ജമ്മുവിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ചോദ്യം ചെയ്യാനായിട്ടെന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നീക്കം കൂടി ജമ്മു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും. പ്രധാനമായും ഈ ഡോക്ടർമാർ, ഡോക്ടർ ഷഹീനും അതുപോലെ തന്നെ ഡോക്ടർ ഉമറും, ഇവർ 2 പേരും പഠിപ്പിച്ച വിദ്യാർത്ഥികളെ ചോദിക്കും. സഹപ്രവർത്തകരെ കൂടുതലായി ചോദ്യം ചെയ്യാനുള്ള നീക്കം കൂടി നടക്കും. കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് ഹരിയാന പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അൽഫല സർവകലാശാലയ്ക്ക് അകത്താണ് ഒക്ടോബർ 29 ഉമർ തൻ്റെ സഹോദരൻ താരിഖിൻ്റെ പേരിൽ വാങ്ങിയ കാറ് കൊണ്ടുവന്ന് സൂക്ഷിച്ചത്. അതിനിടയിൽ എപ്പോഴോ ഈ കാറിലേക്ക് സ്ഫോടക വസ്തുക്കൾ, അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളും സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന മറ്റ് സാധന സാമഗ്രികൾ, ഡെറ്റോനേറ്റർ അടക്കമുള്ള വസ്തുക്കളും നിറച്ചു വെച്ചു. പിന്നീട് തൻ്റെ സുഹൃത്തുക്കൾ ഈ ഷഹീനും അതുപോലെ തന്നെ മുസമ്മിലും പിടിയിലായ ശേഷം നവംബർ 10 ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ ഈ കാറ് പുറത്തേക്ക് എടുക്കുന്നത് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരം കൂടിയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും അകത്ത് ഹരിയാന ക്രൈംബ്രാഞ്ച് സംഘമുണ്ട്. അവർ കൂടുതൽ നിരീക്ഷണം നടത്തുകയാണ്, കൂടുതൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തൊട്ടടുത്ത് ഈ പ്രദേശത്ത് തന്നെ ഉള്ള ദൗജ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെയുള്ള കടകൾ, ഇതിന് തൊട്ട് എതിർവശത്തായിട്ട് കടകളുണ്ട്. അവിടെയുള്ള കടക്കാരെ ചോദ്യം ചെയ്തിരുന്നു, മൊഴിയെടുത്തിരുന്നു. ഒപ്പം ഇവിടെയുള്ള CCTV കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. ഇവിടെ നിന്നും 4.5 കിലോമീറ്റർ പോയാൽ മുസമ്മിൽ എന്ന് പറയുന്ന ഡോക്ടർ 2 മാസം മുൻപ് വാടകയ്ക്കെടുത്തൊരു വീടുണ്ട്. അവിടെയാണ് വൻതോതിൽ കിലോ കണക്കിന്, ഏകദേശം 2600 കിലോയിലധികം അമോണിയം നൈട്രേറ്റും മറ്റ് ആയുധങ്ങളുമൊക്കെ സൂക്ഷിച്ചിരുന്നത്. വീണ്ടും പോലീസ് സംഘം സർവകലാശാലയ്ക്ക് അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇതും ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്, ഹരിയാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് സർവകലാശാലയ്ക്ക് അകത്തേക്ക് പോകുന്നത്. കൂടുതൽ നിരീക്ഷണങ്ങളും കൂടുതൽ പരിശോധനകളും തുടരുന്നു ഈ ഒരു ഘട്ടത്തിൽ. പരിശോധനയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അങ്ങനെ ഗ്രൗണ്ട് സീറോയിൽ നിന്നും, അവിടെ ആസൂത്രണത്തിന്റെ കേന്ദ്രം എന്ന് അന്വേഷണ ഏജൻസികൾ ഉറപ്പിച്ച് പറയുന്ന സർവകലാശാല, അൽഫല സർവകലാശാല എന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് അവിടെ നിന്നും അർജുൻ പീതാംബരൻ നൽകിയത്. ഡൽഹിയിലേക്ക് കൂടി പോകാം. പി ബസന്ത് കൂടി ചേരുന്നുണ്ട്. ബസന്ത്, അന്വേഷണ സംഘത്തിന്റെ അനുമാനങ്ങൾ, ഈ ആസൂത്രണം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകൾ, രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നടക്കുന്ന അന്വേഷണ ഏജൻസികളുടെ പരിശോധനകൾ, ഇതൊക്കെ സംബന്ധിച്ച് എന്താണ് നമുക്ക് പുതുതായി അറിയിക്കാനുള്ളത്?
പ്രജീഷ്, ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതി 5:30 ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാർ ബോംബ് സ്ഫോടനത്തിന് ശേഷമുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഒക്കെ തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ളൊരു യോഗമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഏത് തരത്തിൽ ഈ കാര്യത്തിൽ പ്രതികരിക്കും എന്നുള്ളത്, അതായത് ഇതിന് പിന്നിലുള്ളവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതേസമയം ഈ അന്വേഷണം ഇപ്പോൾ ഒരു 10 അംഗ സംഘത്തിനാണ് ഇപ്പോൾ NIA ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്ന വിജയ് സാഖറെ ആണ് ഇപ്പോൾ NIA-യുടെ ADG ആണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു 10 അംഗ സംഘമായിരിക്കും. അതിലൊരു IG കൂടി ഉണ്ടാവും എന്നുള്ളൊരു സൂചനയാണുള്ളത്. ഈ സംഘത്തിനായിരിക്കും ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ചുമതല കൈമാറുക. NIA ഇവിടെ ഇന്നലെ തന്നെ NIA-യുടെ ഫോറൻസിക് സംഘം വലിയ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ തുടർച്ചയായിട്ട് ഇപ്പോഴും വലിയ തോതിലുള്ള അന്വേഷണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ജമ്മു കാശ്മീരിലാണ് ഏറ്റവും വലിയൊരു റെയ്ഡ് നടന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള അവരുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡുകളാണ് പലതും നടന്നത്. കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഓഫീസുകൾ, കേന്ദ്രങ്ങളൊക്കെ തന്നെ ജമ്മു കാശ്മീർ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. സോപ്പോറിലും കുൽഗാമിലും അതോടൊപ്പം തന്നെ ഷോപ്പിയാനിലും ഒക്കെയുള്ള ഇവരുടെ ഓഫീസുകളും വ്യക്തികളെയും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് നടന്നിരിക്കുന്നത്. അതേസമയം മറ്റൊരു നിർണായകമായൊരു വിവരം ഡൽഹി പോലീസും പങ്കുവെക്കുന്നത് ഈ ഒരു കാർ അല്ല 2 കാറുകൾ കൂടി ഈ ഫരീദാബാദിലെ സംഘം വാങ്ങിച്ചു. അതായത് വസന്ത, ഇപ്പോൾ വിപുലമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. നമുക്ക് അറിയാം, റിപ്പബ്ലിക് ഡേ വരാൻ പോകുന്നു. രാജ്യം റിപ്പബ്ലിക് ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന സമയമൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. അപ്പോൾ വിപുലമായൊരു പ്ലാനിംഗ് പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇത് ജമ്മു കാശ്മീർ പോലീസിൻ്റെ ആദ്യത്തെ ഇടപെടലാണ് ഒരുപക്ഷെ ആ പദ്ധതി തകർത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ ഒരു ഭീകരവിരുദ്ധ ഓപ്പറേഷൻ, അവരുടെ കൗണ്ടർ ഇൻ്റലിജൻസ് ഓപ്പറേഷനാണ് ഈ വലിയ തോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്താൻ വഴിവെച്ചത്. അതായത് 2800-ലധികം കിലോ വരുന്ന ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ സാധിച്ചത് ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ വലിയൊരു ഇടപെടലാണ്. അന്ന് 7 പേരെയാണ് പിടികൂടിയത്. ഒരു പള്ളിയിലെ ഇമാം അടക്കമുള്ളവരെയൊക്കെ തന്നെ അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒരു പോസ്റ്റർ അവിടെ പതിച്ചിരുന്നതാണ് ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഒരു കർശനമായ പരിശോധനയ്ക്ക് വഴിവെച്ചത്. ആ പോസ്റ്റർ സംശയകരമായ സാഹചര്യത്തിൽ അവിടെ വന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയാണ് ഈ സ്ഫോടക വസ്തു ശേഖരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതും 7 പേർ കസ്റ്റഡിയിലാകുകയും ചെയ്യുന്നത്. അതിൽ കൂടുതലും 2 പേർ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെയാണ് ഫരീദാബാദിലെ മോഡ്യൂളിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. അതായത് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടർമാർ അടങ്ങുന്ന ഒരു സംഘം ഇത്തരത്തിൽ ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ദീപാവലിക്ക് നടപ്പാക്കാൻ വെച്ചിരുന്നു എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. അത് പക്ഷേ അന്ന് മറ്റ് പ്രശ്നങ്ങൾ കാരണം അത് നീണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 352 കിലോ അമോണിയം നൈട്രേറ്റ് അവിടെ ശേഖരിച്ചത് 40 ദിവസം എടുത്താണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിടുന്ന വിവരം. അതായത് 40 ദിവസം അവർ ഇതിനു വേണ്ടി, അതായത് ഇത് ഓരോ ദിവസവും കൊണ്ടുവരുന്നു. 6 വലിയ ടബുകളും 4 ചെറിയ ടബുകളിലുമായിട്ടാണ് ഇത് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ വിപുലമായ ഒരു ആസൂത്രണം ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. അത് ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരുന്നത് എന്നാണ് ഇവർ വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ ഫരീദാബാദിലെ സംഘത്തെ പിടികൂടുന്നതിൻ്റെ അന്ന് പുലർച്ചെ തന്നെയാണ് ഉമർ മുഹമ്മദ് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത്. ആ യാത്ര തിരിക്കുന്ന സമയത്ത് 2 പേർ കൂടി ആ കാറിലുണ്ടായിരുന്നു എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതായത് ശരി, ബസന്താണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പങ്കുവെച്ചത്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഈ ഓപ്പറേഷൻ പോകുമായിരുന്നു. പക്ഷേ ഈ ഫരീദാബാദ് ഓപ്പറേഷൻ, അതിലൂടെ നമുക്ക് തടയിടാൻ കഴിഞ്ഞത് ഒരു വലിയ ഭീകരാക്രമണങ്ങൾ, രാജ്യം പോലും ഞെട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് വലിയ ജീവഹാനി ഒക്കെ സംഭവിക്കാവുന്ന വലിയ ആക്രമണങ്ങൾ ഈ ഭീകരർ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിശദാംശം ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്നത്. എന്നോടൊപ്പം അഭിലാഷ് മോഹനും മാധു സജി കൂടി ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ പുറത്തേക്ക് വന്ന ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്ന വരികയാണ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ ഒരുപക്ഷെ അത് പാളിപ്പോയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രമേലൊരു പദ്ധതിയാണ് ഇവിടെ ഇട്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പുരോഗതിയെ നമ്മൾ എങ്ങനെ കാണുന്നത്? ഒന്ന്, ഈ അന്വേഷണം എന്ന് പറയുന്നത്
ഇതിലെ സൂചനകൾ ഒക്ടോബർ മാസം 19-ാം തീയതി ലഭിച്ചതാണ്. യഥാർത്ഥത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ പോലീസിലെ JNK പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയ സംശയത്തിൽ നിന്നാണ് ഈ അന്വേഷണത്തിൻ്റെ ഗതി തുടങ്ങുന്നത്. അദ്ദേഹം ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ ചില പോസ്റ്ററുകൾ കണ്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോക്കിനിടെയാണ് ആത്യന്തികമായി അത് പുൽവാമ സ്വദേശിയായ ഈ ഫരീദാബാദിലെ അൽഫലായിൽ ജോലി ചെയ്യുന്ന മുസമ്മിൽ ഗനിയിലേക്ക് എത്തിയത്. മുസമ്മിൽ ഗനിയെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഘട്ടത്തിലാണ് ഈ ഉമർ നബി എന്ന അതേ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഈ സ്ഫോടക വസ്തുക്കളുമായി ഡൽഹിയിലേക്ക് എത്തുകയും ഈ സ്ഫോടനം നടത്തുകയും ചെയ്തത്. 350 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഈ ഗനിയുടെ വാടകയ്ക്കെടുത്ത ഫരീദാബാദിലെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. ഒപ്പം റിമോട്ടുകൾ ഉണ്ടായിരുന്നു, മറ്റ് ഒരു സ്ഫോടനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാമഗ്രികളുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് സീസ് ചെയ്യാൻ കഴിഞ്ഞു, പിടിക്കാൻ കഴിഞ്ഞു, മുസമ്മിൽ ഗനിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ, ഇതിനേക്കാൾ മാരകമായ പ്രഹരശേഷിയുള്ള ഒരു അപകടം ഒഴിവാക്കിയത്. പുതിയൊരു കാര്യം വരുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിലേക്ക്, കാരണം നമുക്കറിയാം ജയ്ഷെ കേന്ദ്രങ്ങൾ കൊടുത്ത മാരകമായ പ്രഹരം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിനുള്ള ഒരു പ്രതികാരം എന്ന നിലയിൽ കൂടി അന്വേഷണ ഏജൻസി ചില നിഗമനങ്ങൾ, സൂചനകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികാരത്തിനുള്ള സാധ്യത അതെങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത്? ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയിലൊരു വലിയ ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല. കശ്മീരിലും കാര്യമായ ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജയ്ഷെ മുഹമ്മദ് ആകട്ടെ, ലഷ്കർ-ഇ-തൊയ്ബ ആവട്ടെ, ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളൊക്കെ തരം കിട്ടിയാൽ ഇന്ത്യയെ ആക്രമിക്കാൻ പതിയിരിക്കുന്നവർ തന്നെയാണ്. അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ വേരുകളുള്ള അല്ലെങ്കിൽ കശ്മീർ സ്വദേശികളായ ഡോക്ടർമാർ, അതാണ് നമ്മൾ വൈറ്റ് കോളർ ടെറർ എന്നൊക്കെ പിന്നീട് അങ്ങനെ ഒരു ടെർമിനോളജി പോലും ഉണ്ടായി. അവർ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു പക്ഷേ വളരെ കാലമായി ഈ ഇൻഡോക്ട്രിനേഷൻ അവർ ആ നിലയ്ക്ക് അവരെ സ്വാധീനിച്ചിരിക്കാം. അങ്ങനെ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസാണ് ഇതിന് പിന്നിൽ. 3 ഡോക്ടർമാർ, അൽഫലായിലെ 3 ഡോക്ടർമാരാണ് ഇപ്പോൾ. ഒരാൾ ഈ അപകടത്തിൽ, ഈ സ്ഫോടനത്തിൽ മരിച്ചു. രണ്ടാമത്തെ ആൾ അറസ്റ്റിലാണ്. മൂന്നാമത്തെ ആളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സഹാരൻപൂരിൽ നിന്നുള്ള മറ്റൊരു ഡോക്ടറും, കശ്മീരിൽ പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടർ. അപ്പോൾ ഇത് ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇന്ത്യയിൽ അവരുടെ സിമ്പതൈസേഴ്സിനെ കണ്ടെത്തി അവരെ പൂർണ്ണമായും റാഡിക്കലൈസ് ചെയ്ത് അവരുടെ ആയുധമായി ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെയാണിത്. തീർച്ചയായും അത് സാധാരണ നമ്മൾ ഭീകരാക്രമണങ്ങളുടെ അവരുടെ രീതി, ഭീകര സംഘടനയൊക്കെ രീതി നോക്കി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ പോലും അറിയാം, നമ്മൾ ഇപ്പോൾ പഴയ ജയ്ഷെ മുഹമ്മദ് ആയും അല്ല അങ്ങനെ ഭീകര സംഘടനയൊക്കെയുള്ള രീതി നോക്കുക, അവർക്കിടയിൽ പോലും ഈ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വലിയ സ്പ്ലിറ്റ്, പല കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. പല സംഘടനകൾക്കും വേരുറപ്പിക്കാൻ കഴിയാത്ത രീതി. അപ്പോഴാണ് ഇവിടെ ഒരു ഈ വൈറ്റ് കോളർ ടെറർ എന്ന രീതിയിലേക്ക് ഒരു ടെർമിനോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അത് ഗുരുതരമായിരിക്കും. കാരണം ആർക്കും എവിടെയും കടന്നു കയറാം. ഇപ്പോൾ 2-3 ഡോക്ടർമാരാണ് ഈ അൽഫല സർവകലാശാലയിൽ. എത്രയോ ആളുകൾക്ക് ക്ലാസ് എടുക്കുകയും, ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അവരെ കേൾക്കുന്ന ആളുകൾ എത്രയോ പേരുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഈ ആശയം എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കാം, എത്രത്തോളം വിപുലമായ പദ്ധതികൾ പോകാഞ്ഞത് ഏതോ ഒരു ഭാഗ്യം കൊണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഡോക്ടർമാരുടെ അടക്കം പല ലാബ് ടെക്നീഷ്യനടക്കം പരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വരുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നു അല്ലേ? ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. ജമ്മു അല്ല കശ്മീർ, ഇതിനു മുൻപുണ്ടായിരുന്ന കശ്മീർ അല്ല, സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവിടുത്തെ തടാകം പോലെ ശാന്തമായ മനസ്സോടുകൂടിയ മനുഷ്യരാണ് നിലവിൽ അവിടെ ജീവിക്കുന്നത്. അവർക്ക് ജീവിക്കാനുള്ള വഴിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, തൊഴിലുണ്ട്. അതൊക്കെ സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പണം തൊഴിലിലൂടെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇനി അവരെ സ്വാധീനിക്കാൻ തീവ്രവാദ ശക്തികൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൽ തീവ്രവാദം അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ അവകാശവാദം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് ഈ ജോലിയില്ലാതെ, പണമില്ലാതെ, ശമ്പളമില്ലാതെ ഭീകരവാദികളുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനത്തിന് ആ വഴിയിലേക്ക് പോകുന്ന യുവാക്കൾ എന്ന കൺസെപ്റ്റിനപ്പുറത്തേക്ക് ഉന്നത മെഡിക്കൽ ബിരുദധാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ചാന്ദ്രി ചൗക്കിലോ മറ്റെവിടെയെങ്കിലും ആയിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം. നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരമനുസരിച്ച് ഫരീദാബാദിൽ നിന്ന് ആദ്യത്തെ ഘട്ടത്തിൽ റെയ്ഡ് ചെയ്ത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കിട്ടുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 10-60 കിലോ സ്ഫോടക വസ്തുക്കൾ കിട്ടുന്നു. 2 വാഹനങ്ങൾ കൂടി ഇവർ വാങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. തുടർ സ്ഫോടനങ്ങൾ പദ്ധതിയിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാമായിരുന്ന തുടർ സ്ഫോടനങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരമെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ കഴിയുന്ന മനുഷ്യരുടെ വിദ്യാഭ്യാസത്തിനോ നിലവാരത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾ ഇല്ല എങ്കിൽ ഇതൊരു വലിയ പ്ലാനായിരുന്നു. സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യൻ സംവിധാനം വളരെ വിപുലമാണ്. ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് ഇത്തരം ആളുകളെ നിരീക്ഷിക്കാനുള്ള പരിമിതി ഉണ്ടോ?
അങ്ങനെ വേണം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ചെങ്കോട്ട ഏറ്റവും കൂടുതൽ, ഇന്നലെയും നമ്മൾ ഇതേ സമയത്ത് ഇതേ ബുള്ളറ്റിൽ നിന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങളുടെ തോക്കിൻമുനയിലോ കാഴ്ചയ്ക്ക് താഴെയോ മാത്രം നിലനിൽക്കുന്ന പ്രദേശം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത്. ചെങ്കോട്ടയിൽ സ്ഫോടനമുണ്ടായി എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ഈ പുൽവാമയിൽ നിന്നൊരാൾക്ക് ഫരീദാബാദിൽ ഈ പദ്ധതിയുടെ ഭാഗമായി അവിടെ നിന്ന് അവരുടെ കൂട്ടാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം, അതായത് ഈ കൊണാട്ട് പ്ലേസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മണിക്കൂറുകൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ 11 മണിക്കൂർ. കാരണം അവിടേക്ക് വി ഐ പികൾ കേന്ദ്ര മന്ത്രിമാരടക്കം വളരെ പ്രധാനപ്പെട്ട ആളുകൾ കടന്നു പോകുന്ന ഇടമാണ്. നമുക്കറിയാം, നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മൊബൈല് പെട്ടെന്ന് ജാമറാണ്. ആ നിമിഷം വളരെ ഹൈ അലർട്ടാണ്. ആ പ്രദേശത്തൊക്കെ 3 മണിക്കൂർ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളടക്കം കിട്ടി, അവിടത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും കിട്ടി. അപ്പോൾ 3 മണിക്കൂർ അവിടെ ഒരു കാറിൽ ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കളുമായി ഒരാൾക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇന്റലിജൻസ് സംവിധാനം, നിരീക്ഷണ സംവിധാനം, പട്രോളിംഗ്, ഇതിനൊക്കെ അത്രമേൽ വിശ്വസിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതിരിക്കുന്നു. ഇന്നലെ അഭിലാഷ് മോഹൻ പറയുന്നുണ്ടായിരുന്നു, ഇതിന് സ്വാഭാവികമായും ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഇതിൽ ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് ഏറ്റെടുക്കുന്നതിലും വലിയ തോതിലുള്ള വീഴ്ച ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് ഉന്നയിക്കപ്പെടുന്നില്ല എന്നുള്ളത് തീർച്ചയായും. അഭിലാഷ്, എനിക്ക് തോന്നുന്നു ഇത്തരം ഘട്ടങ്ങളിൽ ഇത് പൊളിറ്റിക്കലി ഒരു ആംഗിളിലേക്ക് ആരും കൊണ്ടുപോകാൻ ശ്രമിക്കാറില്ല. നമുക്കറിയാം, നമ്മുടെ നേരത്തെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളാണെങ്കിൽ പോലും ആ സമയത്ത് പാർലമെന്റിൽ പോലും വിഷയം ഉന്നയിക്കുമ്പോഴെന്താണ് ഭരണപക്ഷം പറഞ്ഞെന്താണ്, അതായത് രാജ്യവിരുദ്ധരെന്ന് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നഗ്നമായൊരു ഇന്റലിജൻസ് പരാജയമാണ്. കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ധു ആ ആക്രമണത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപ് നമ്മളുടെ 27 സഹോദരങ്ങൾ മരിച്ചതിന് ശേഷം നമ്മളൊരു അലർട്ട് നൽകുന്നതിൽ, കാരണം ജെയ്ഷയുടെ മർമ്മത്താണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം കടന്നുപോയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ചടി ഏതെങ്കിലും രീതിയിൽ ഉണ്ടായേക്കാമെന്ന ഒരു അലർട്ട് എപ്പോഴും വേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടോ അഭിലാഷ്? ഇപ്പോൾ ഈ ലോൺ വോൾഫ് ആക്രമണങ്ങളെ സംബന്ധിച്ച് ലോകത്ത് തിരക്കേറിയ ഒരുപാട് നഗരങ്ങളിൽ ഒരാൾ തീരുമാനിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ യൂറോപ്യൻ നഗരങ്ങളിലൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ അമേരിക്ക എടുത്താൽ, അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ, എന്തിന് പെൻറ്റഗണിൻ്റെ നേരെ പോലും തട്ടിയെടുക്കപ്പെട്ട വിമാനങ്ങൾ പറന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷേ ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ മുതലെടുക്കപ്പെട്ട മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ. ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ, മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ മുമ്പ് ഇന്ത്യയിൽ BJP പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ കോൺഗ്രസ് സർക്കാരുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഭീകരവാദത്തിനെതിരെ നിങ്ങൾക്ക് മൃദു സമീപനമാണ്. രാജിവെച്ച ആളുകളുണ്ടല്ലോ, ശിവരാജ് പട്ടേൽ രാജിവെച്ചിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് സമാനമായ വിധത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നില്ല. BJP ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും വിമർശിച്ചാൽ അവരെ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാകാം അത്. കാര്യമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ അന്വേഷണം പൂർണ്ണമായും തീർന്നു കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് ഇയാൾ ഫരീദാബാദിൽ നിന്ന് ഡൽഹിയിൽ എത്തിയത്, ഡൽഹിയിൽ ഇത്രയും സമയം ചെലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം അന്വേഷണം കഴിഞ്ഞാലേ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഉള്ളതാണ്. ആഭ്യന്തര സുരക്ഷ ഉത്തരവാദിത്തമാണ്. അതെന്തെങ്കിലും ഒന്ന് സംഭവിച്ചതിന് ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക, പിന്നീട് എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്ത് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, രാജ്യത്ത് ഇത്തരം നിഗൂഢ ശക്തികൾ ഒളിച്ചു കടക്കാതിരിക്കുക, അവർക്ക് കമ്മ്യൂണിക്കേഷന് സാധ്യതയില്ലാതിരിക്കുക, അങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വലയിലാക്കുക, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതും അധികാര സംവിധാനത്തിന്റെ ഉത്തരവാദിത്വം. തീർച്ചയായും അവിടെ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഒരു ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നൂതന കാലത്ത്, നൂതന ടെക്നോളജിയുടെ കാലത്ത് പുതിയ സംവിധാനങ്ങൾ, വൈറ്റ് കൊളാർ ടെററിസം, ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് അവരുടെ ഓപ്പറേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദീർഘവീക്ഷണത്തോടുകൂടി കാണുക എന്ന് വളരെ പ്രധാനമാണ്. അത്തരം ഏജൻസി, നമ്മുടെ പ്രധാനപ്പെട്ട ഏജൻസികൾക്ക് അവിടെ ഒരു പിഴവ് സംഭവിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കണം.